ഗൈസ് നമ്മൾ ഇന്ന് നോക്കുന്നത് നമുക്ക് എങ്ങനെ ഒരു ബോട്ട് ക്രിയേറ്റ് ചെയ്യാൻ എന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ ആദ്യം നോക്കേണ്ടത് BOT എന്ന് പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്യും. ബോട്ട് ഫാദർ എന്ന് പറഞ്ഞ് കാണും. ബോട്ട് ഫാദർ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു വെരിഫൈഡ് ആയിട്ടുള്ള ഒരു ലിങ്ക് കിട്ടും. ആ വെരിഫൈഡ് ആയിട്ടുള്ള ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ, ചാനൽ കയറി ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ഇത് വരും. ഇപ്പം കുറേ കമാൻഡ്സ് ഉണ്ട്. അതിൽ കുറേ മെനു ബട്ടൺ ഉണ്ട്. മെനു ബട്ടണിൽ ക്രിയേറ്റ് ന്യൂ ബോട്ട് എന്ന് പറഞ്ഞ് കൊടുക്കുക. ക്രിയേറ്റ് ന്യൂ ബോട്ട് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അടുത്തത് നമ്മളൊരു പേര് കൊടുക്കുക ബോട്ടിന്. ഞാനൊരു എൻക്വയറി ബോട്ട് എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. പക്ഷേ ആ ബോട്ട് നമുക്ക് പേര് കൊടുത്തിട്ട് അതിന് യൂസർ നെയിം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം സ്മോളോ, അത്യാവശ്യം സ്മോളോ, പിന്നെ അത് ബോട്ടിൻ്റെ അവിടെ അണ്ടർസ്കോർ ഇട്ട് കൊടുക്കണം. ഈ ബോട്ട് ഇപ്പോൾ കൊടുക്കുമ്പോൾ ഇപ്പോൾ ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞ ഒരു മെസ്സേജ് ഷോ ചെയ്യും. കുറച്ച് സമയം പിടിക്കും വന്നു. നമുക്ക് വേറൊരു സ്പെല്ലിങ് മാറ്റിയിട്ട് ഒരു ബോട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആ ബോട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബോട്ടിലെ ഒരു API ടോക്കൺ ഉണ്ട്. ഈ API ടോക്കൺ നമ്മൾ കോപ്പി ചെയ്യണം. അത് HTTP എന്ന് പറഞ്ഞ ടോക്കൺ ഉണ്ട്. അത് നമ്മൾ കോപ്പി ചെയ്തിട്ട് നമ്മൾ മിനി ബോട്ട് എന്ന് പറഞ്ഞ് നമ്മൾ ടെലിഗ്രാമിൽ പോയി സെർച്ച് ചെയ്യണം. മിനി ബോട്ട്, അതായത് MINYBOT എന്ന് പറഞ്ഞ് ഇത് കാണും, ചാനൽ കാണും. ആ ചാനലിൽ പോയി എടുത്തിട്ട് നമ്മൾ സ്റ്റാർട്ട് കൊടുത്തിട്ട് ക്രിയേറ്റ് ന്യൂ ബോട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. മെനു, ഈ ടൈപ്പിങ്ങിന് അവിടെ ഒരു മെനു ആണ്. അത് കഴിഞ്ഞിട്ട് ആ കോപ്പി പേസ്റ്റ് ചെയ്യുക നമ്മുടെ ആ ടോക്കൺ. എന്നിട്ട് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ ബോട്ടിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്ന ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. ഞാൻ ചുമ്മാ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എൻക്വയറി ചെയ്യാനുള്ളൊരു ബോട്ടിനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി അടുത്ത് ഇതിനെ നമ്മൾ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ പോകാം ബൂട്ട്. അതിന് നമ്മൾ ഉണ്ടാക്കിയ ബൂട്ടിലേക്ക് കയറണം. അതായത് ചുമ്മാ സെർച്ച് ചെയ്താൽ മതി. നമ്മളെ എൻക്വയറി ബോട്ട് എന്ന് പറഞ്ഞ് വരുന്നുള്ളൂ. നമ്മളൊരു കമാൻഡ് കൊടുക്കണം. അതായത് ഇപ്പം എന്തെങ്കിലും കമാൻഡ് കൊടുക്കുമ്പോൾ നമുക്ക് സംഭവം സെറ്റാകണ്ട. അപ്പോൾ ആദ്യം ക്രിയേറ്റ് കമാൻഡ് കൊടുത്തിട്ട് ഒരു കമാൻഡ് കൊടുക്കണം. അതായത് ഇപ്പം പ്രൈസ് എന്ന് കൊടുക്കുമ്പോൾ ഒരു ഇത് വരണം. ഇപ്പം ഇപ്പോൾ ഷൂവിന് വേണ്ടിയുള്ളൊരു ഗ്രൂപ്പാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എക്സാമ്പിൾ, നമ്മൾ എന്നിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഷൂ എന്ന് പറഞ്ഞാണ് അതിൻ്റെ കമാൻഡിൽ ഇത് കൊടുക്കുന്നത്, പേര് കൊടുക്കുന്നത് മൈ ഷൂ പ്രൈസ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിയുമ്പോൾ അവർ ചോദിക്കും എന്തെങ്കിലും നമ്മൾ അതിന് വേണ്ടി നമ്മൾ ഷൂ പ്രൈസ് കൊടുക്കുമ്പോൾ എത്ര പ്രൈസ് എന്ന് പറഞ്ഞ് നമ്മളെ ഡിസ്ക്രിപ്ഷൻ ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇതിലൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ ഇമേജ് വരെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഒരു കമാൻഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇമേജും വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഷൂ പ്രൈസ് 450 കൊടുത്തു, അത് സെൻഡ് ചെയ്തു. അതിനൊപ്പം നമ്മൾ അറ്റാച്ച്മെൻറ്റ് ഫയലിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിപ്പം ഒരു ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കാം. ഷൂവിൻ്റെ ഇമേജ് കൊടുക്കും. ഞാനൊരു ഷൂവിൻ്റെ ഇമേജ് കൊടുത്തു. ലോഡായി കുറച്ച് സമയം പിടിക്കും. ഓക്കെ ആയിട്ടുണ്ട്. നമ്മളിനി അടുത്ത് ഷൂവിന്ന് സംഭവം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിനി ഇതിനെ മറ്റൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അതിന് നമ്മൾ ഈ മെനുവിലേക്ക് നമ്മളിത് കോൺഫിഗർ ചെയ്യണ്ടേ. അതായത് നമ്മൾ ഈ മെനു ക്ലിക്ക് ചെയ്യുമ്പോൾ മെനുവിലേക്ക് ഈ സംഭവം വരണ്ടേ. അതിന് വേണ്ടി നമ്മൾ ടൈറ്റിൽ കൊടുക്കണം. ഷൂ പ്രൈസ് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു യൂസർ വന്നിപ്പം ഷൂ പ്രൈസ് ഫോർ ആഡിഡാസ് എന്ന് പറഞ്ഞ് കൊടുത്താൽ അതൊരു കമാൻഡ് കൊടുക്കുന്ന പേരാണ് ഇത് കൊടുത്തത്. അടുത്തത് ഇതിനി ഒരു ചെറിയൊരു ചാനലായിട്ട് നമ്മളത് ലിങ്ക് ചെയ്യാം. നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഇനി എനിക്ക് സെല്ല് ചെയ്യാനുള്ളൊരു ചാനൽ നമ്മൾ ഉണ്ടാക്കാൻ പോകും. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഷൂവിൻ്റെ ഇതുവല്ല അഡ്ജസ്റ്റ് ചെയ്യാം, എവിടെ മെനു വരേണ്ടതെന്നൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഇനി അടുത്ത് ഇതിൽ വരുന്നത് ഇതിലിഞ്ഞ്
ഒരു ചാനൽ ആദ്യം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അതായത് നമ്മൾ സാധാരണ ടെലിഗ്രാം ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ മതി. നമ്മൾ ഇനി അടുത്തതിന് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പോകാം. നമുക്ക് നോക്കാം. ഞാനൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഷൂ ഷോപ്പ് എന്ന് പറയുന്ന ചാനലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ആദ്യം ഈ ഒരു നമ്മൾ ഈ ബൂട്ടിനെ നമ്മൾ അഡ്മിനായിട്ട് സെറ്റ് ചെയ്യണം. അപ്പം നമ്മൾ സെർച്ച് ചെയ്യണം. അതായത് ഈ ഐ ഡി വെച്ച് സെർച്ച് ചെയ്താലും മതി. ആഡ് മെമ്പർ കൊടുത്തിട്ട് നമ്മുടെ ഐ ഡി കോപ്പി ചെയ്യുക. ബോട്ടിൽ കയറിയാൽ മതി. ബോട്ടിൽ കയറിയിട്ട് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഐ ഡി കോപ്പി ചെയ്തിട്ട് അത് അതിൻ്റെ ലിസ്റ്റ് ചെയ്യാം. എന്നിട്ട് ആഡായിട്ട് കൊടുക്കുക. ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇട്ട് വരും. ആഡ് ചെയ്യുമ്പോൾ നമ്മളോട് ഇവിടെ കാണിക്കും ഷോ പ്രൈസ് അഡിഡാസ് എന്ന് കൊടുക്കുമ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രൈസും വരും.